ഹായ്. ഹേയ്. കം. എന്താ മായ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? രാജ് കൂടെ ഇല്ലല്ലോ, ബോറടിക്കുന്നു. നിന്റെ കൂടെ കുടിക്കാന്ന് വിചാരിച്ചു, അതാ വിളിച്ച. എന്താ സത്യ, നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനൊന്നുമില്ല, ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചേ ഉള്ളൂ. Shall we drink? വൈ നോട്ട്, ഉറപ്പായിട്ടും. Hey, let's drink by the pool. വാവ്, എക്സൈറ്റിംഗ്. Come. നിന്റെ കൂട്ടിൽ ഇങ്ങനെ കുടിക്കുമ്പോ എന്ത് രസമായിട്ടാ ഫീൽ ചെയ്യുന്നറിയോ? എന്തായി പറയുന്നത്? നമ്മൾ ഒരുപാട് പ്രാവശ്യം കുടിച്ചിട്ടില്ലേ? ഛേ, അങ്ങനല്ലെന്നേ. ഞാനും രാജും ചേർന്ന് ഒരുമിച്ച് കള്ളു കുടിക്കുമ്പോ മഹതി എവിടെയെങ്കിലും പോയിരിക്കും. ഇപ്പൊ മഹതിയെ കള്ളൊഴിച്ച് തന്നാൽ എന്താ സുഖം. എക്സൈറ്റിംഗ്. പറയാൻ മറന്നുപോയി, കഴിഞ്ഞ ദിവസം നിന്റെ അച്ഛൻ, മഹതിയുടെ അച്ഛൻ വിളിച്ചിരുന്നു. രാജന് ജാതകത്തിൽ എന്തോ അപകടമുണ്ടെന്ന്, അവനോടൊന്ന് പറയണമെന്ന്. അവനോട് എന്ത് പറയാൻ, അവന് ജാതകത്തിലേ വിശ്വാസമില്ല. സില്ലി ഫെലോ. ആട്ടെ, നിനക്ക് വിശ്വാസമുണ്ടോ? നോ, ഒട്ടും വിശ്വസിക്കില്ല. ബി കെയർഫുൾ. രാജനോടും പറഞ്ഞേക്ക്. എന്താ സത്യ, രാജന് എന്തെങ്കിലും സംഭവിച്ചാ എന്നെ നന്നായിട്ട് നോക്കാൻ നീ കൂടെ ഉണ്ടാവില്ലേ? That is there, no? നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട മായ. അവൻ എന്തെങ്കിലും സംഭവിച്ചാലും ഞാനുണ്ടല്ലോ. I am there. Use me da. സത്യ, സത്യ. മതി. മായ, മായ, നീ എന്താടി ചെയ്തേക്കുന്നത്? സത്യം പറ, നിനക്ക് മഹതിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? നോക്കാൻ സാർ. ചോദിച്ചതിന് ഉത്തരം പറ. ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ലയോ? എന്നാ വാ എന്റെ കൂടെ. Mahdi, are you serious? Yes, baby. Oh, I am so excited. What's next? Maya? What are you doing, Maya? നീ എന്താ കാണിക്കുന്നത്? What are you doing? ഒക്ടോബർ 23rd എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച ദിവസം, മഹതി മരിച്ച ദിവസം. എന്താ സംഭവിച്ചത്? മനസ്സിലാക്കിയല്ലേ? പക്ഷെ അറിയാൻ വളരെ എക്സൈറ്റഡ് ആണ്. മഹതി എന്ന പുസ്തകത്തിൽ സെന്റർ പേജ്, ഇന്റർവൽ ബ്ലോക്ക് എന്തായിരുന്നു എന്ന് പറ. പറഞ്ഞില്ലെങ്കിൽ ബേബി, നിനക്ക് നോ മോർ ബേബീസ്. രാജിന്റെ മഹതിയുടെയും ഡിസ്റ്റർബ് റിലേഷൻഷിപ്പ് ആയിരുന്നു. രാജിന് ലൈംഗിക വൈകൃതമുണ്ട്, അത് മഹതിക്ക് ഇഷ്ടമില്ലായിരുന്നു. നാട്ടും പുറത്തുകാരിയല്ലേ ഞാൻ വൈൽഡായ വീട്ടിൽ കുത്തിയിരുന്ന് കരഞ്ഞോളൂ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവളിപ്പോ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവള് നല്ല പെണ്ണാടാ. നീ എന്തുവാടാ പറയുന്നേ? ദരിദ്രവാസിയാടാ അവള്. എടാ, ഒരു ചായ കൈനീട്ടിക്കൊടുത്ത് പ്രപ്പോസ് ചെയ്തപ്പോൾ അവള് കല്യാണത്തിന് സമ്മതിച്ചവളാടാ. ഞാൻ തെറ്റ് ചെയ്ത് സത്യ. മായ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. എന്തൊക്കെയാ നീ സംസാരിക്കുന്നത്? നീ ആ ഗ്ലാസിങ് തന്നെ. I am in my senses. എടാ, ഞാൻ മഹയെ പോയി പെണ്ണ് കണ്ടതിന് ശേഷമാടാ മായ എന്നെ പ്രപ്പോസ് ചെയ്ത്. അറിയാവോ? അന്ന് അവള് ഇട്ടിരുന്ന ഡ്രസ്സ്, അവളുടെ സ്മെല്ല്, മഹതിയെ കല്യാണം കഴിക്കാൻ ഞാൻ എടുത്തു ചാടിയ പോലെ തോന്നി. എടാ, ബട്ട് നോ. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു. എടുത്തു ചാടി മഹയ്ക്ക് കമ്മിറ്റായി പോയല്ലോ എന്ന് ഓർത്ത് ഷോക്കിൽ ഞാൻ ഒന്നും അവളോട് പറഞ്ഞില്ലടാ. ഞാനൊരു പാവല്ലടാ. നീ എന്താടാ പറയുന്നത്? യു നോ വാട്ട്? മായ എഴുതിയ എല്ലാ സ്റ്റോറിയിലും ഉണ്ടല്ലോ, ഹീറോയ്ക്ക് എന്റെ പേരാടാ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ എല്ലാ കഥയും ഞാൻ വായിച്ചത്. ആ കഥയിലുണ്ടല്ലോ എന്താ റൊമാൻസ് എന്നറിയോ നിനക്ക്? അവളെ എഴുതിയത് ഇത്രയാണെങ്കിൽ അവള് ചെയ്ത എന്തായിരിക്കും അല്ലേ?
ആ സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിനക്കും ആക്സിഡന്റ് ആയി. മഹതി നിനക്ക് ബ്ലഡ് തന്നു. ഹോസ്പിറ്റലിലേക്ക് വന്ന രാജു നിന്റെ റിപ്പോർട്ടുകൾ കണ്ടു. നിന്റെ മഹതിയുടെ ഹൈറ്റും ബ്ലഡ് ഗ്രൂപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാച്ചായി. എടാ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? മായയ്ക്ക് ആക്സിഡന്റ് പറ്റി ഫേസ് ഡീഫോം ആയി പോയി. മഹതി തല ഇറങ്ങി പടിക്കെട്ടിന്ന് താഴെ വീണ് കോമ സ്റ്റേജിലേക്ക് പോയി അവള് മരിച്ചുപോയി. മഹതിയുടെ ഫേസ് മായക്ക് എങ്ങനെയാടാ വന്നത്? എടാ ഇതൊക്കെ എപ്പോ നടന്നു? ഇപ്പോഴല്ലേടാ ബ്ലഡ് കൊടുത്തിട്ട് പോയത്. മഹതിക്ക് എന്നെ പറ്റിയടാ? ഇപ്പൊ ഒന്നും അല്ലടാ, രാവിലെ ആയിരിക്കും എല്ലാം നടക്കുന്നത്. രാജ്, എനിക്ക് പേടിയാവുന്നടാ. നീ എന്തിനാടാ പേടിക്കുന്നേ? ഇതുപോലുള്ള ക്രിമിനൽസിന് ഇങ്ങനെയല്ലേ സംഭവിക്കണ്ടേ? ഷീ ഡിസർവ് ദിസ്. ഇവിടെയാടാ എന്നെ അവൾ അടിച്ചത്. തെറ്റല്ലേടാ അത്? ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ അത്? ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ അടിക്കാവോ? ഒന്ന് പറയടാ. നാളെ രാവിലെ മഹതി കോമ സ്റ്റേജിലേക്ക് പോവും. ഞാൻ ഇങ്ങനെ തന്നെ കരഞ്ഞോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുള്ളൂ. തിരിച്ചു പോകുന്നതിന് മുമ്പ് മായയ്ക്ക് വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, ഫേസ് പിന്നെ ഡൊണേറ്റ് ചെയ്യും. എടാ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യുവാടാ. എന്നാ ചെയ്യണം? ഒരു ചുക്കും വേണ്ട, നീ ഡ്രാമ എൻജോയ് ചെയ്യ്. ഓക്കെ ഓക്കെ അല്ലടാ? ശരി, നീ കിടന്നുറങ്ങടാ. നാളെ രാവിലെ മുതൽ ആക്ട് ചെയ്യാനുള്ളതല്ലേ നിനക്ക്? നന്നായിട്ട് ചെയ്യണം കേട്ടോ. കിടന്നോ. പാവാടാ മഹതി. നീ അവള് പാവമെന്ന് പറയുന്നു, ഞാനല്ലേടാ പാവം? ചത്തു പോകുന്നത് എന്റെ ഭാര്യയല്ലേ, നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. കിടന്നു കിടന്നോടാ, കിടന്നു. പേടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. കുറച്ച് ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം കുടിക്കണം. മോളെ മഹി, അതൊരവസരമായി കണ്ട് മഹതിയുടെ അച്ഛനെ തിരിച്ചയച്ചു. ഓപ്പറേഷൻ റെഡിയാക്കാൻ മായയുടെ പേരിൽ മഹതിയെ പുറത്തു കൊണ്ടുവന്നു. മഹതിയുടെ ബോഡി ചുടുകാട്ടി കുഴിച്ചിട്ടു. എന്ത് പാവാ നിങ്ങൾ ചെയ്തത്? ഞാൻ തന്നെ വന്ന് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അവസാനം എന്നെയും നിങ്ങൾ നിങ്ങളുടെ ട്രാപ്പിൽ പെടുത്തി കളഞ്ഞല്ലോ. മായ 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 പ്ലീസ് മായ, എനിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല മായ. പ്ലീസ് മായ, ഞാൻ സൈലന്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. മായ മായ എവിടെ പോന്നു? എന്നോട് ക്ഷമിക്കും മായ, പ്ലീസ്. സോറി മായ, പ്ലീസ് മായ, പ്ലീസ്. മുഴുവനും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതം ഫിനിഷ്. മായ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല മായ. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? അല്ല, ഒരു കാര്യം പറഞ്ഞേ, ഫ്രണ്ടിന്റെ ഭാര്യയെ മോഹിക്കാൻ നിനക്ക് നാണോ ഇല്ലല്ലോ? ആ, നീയൊക്കെ ഫ്രണ്ടാന്ന് പറഞ്ഞു കൊല്ലും ഞാൻ. മായ മായ അത് അങ്ങനല്ല മായ. പക്ഷേ നിന്നെ പറഞ്ഞിട്ട് എന്താ? ആ രാജിനെ പോലെ വൃത്തിയിട്ട് ഒരുത്തന്നെ കല്യാണം കഴിച്ചു പോയില്ലേ? അങ്ങനെയുള്ളപ്പോ കൂടെ ഉള്ള നിന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കുമല്ലോ. ഏയ് ബട്ടൺസ് ഇടറാ. ഈ വീഡിയോ ഞാൻ ഒരാൾക്ക് അയച്ചിട്ടുണ്ട്, ആരാന്ന് പറയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചോ, ഈ വീഡിയോ പുറത്തു വരാതിരിക്കില്ല. കൂടുതൽ അഭിനയിക്കാതെ പോടാ ഇറങ്ങി. എല്ലാം അറിഞ്ഞിട്ടും കൂടെ നിന്ന് സഹായിച്ചതിന്റെ പണിഷ്മെന്റ് ആണിത്. ഡാ സത്യ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്ത് വേണം? ഒന്നും ചെയ്യണ്ട, ഡ്രാമ എൻജോയ് ചെയ്. ജാതകത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
നിന്റെ രാജിന് വരാൻ പോകുന്ന അപകടം ഞാനാ. പോടാ. മഹതി മണിമംഗലത്ത് ശ്രീനാഗ സായി മഹതി ശർമ്മ. നിന്നെ കാണുന്നതിന് മുമ്പ് ഐ ഹേറ്റഡ് യു. നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് I was jealous at first sight. എന്നെക്കാട്ടിലും നീ സുന്ദരിയാ. ഞാൻ സ്നേഹിക്കുന്നവനെ തന്നെ നീ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അങ്ങനെ അവസാനം നീ നിന്റെ ജീവിതം തന്നെ എനിക്ക് വേണ്ടി തന്നു അല്ല. താങ്ക് യു സോ മച്ച് മഹതി. നീ എനിക്ക് വേണ്ടി തന്നതിന് ഞാൻ എന്താ പകരം നൽകട്ടെ? ആക്ച്വലി എന്താ നൽകേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ തന്നിരിക്കും. നിന്റെ ഫേസ്, നിന്റെ ബ്ലഡ്, നിന്റെ ലൈഫൊക്കെ നീ എനിക്ക് തന്നില്ലേ? അപ്പൊ നിനക്ക് വേണ്ടി റിവെഞ്ച് എടുക്കേണ്ടത് ഞാനല്ല. സി, ഇതുപോലത്തെ പാവികളോട് ക്ഷമിച്ചെങ്കില് നിന്റെ കൃഷ്ണ മാത്രമല്ല എന്റെ ജീസസും എന്നോട് പിണങ്ങും മോളെ. പകരം വീട്ട, നന്നായിട്ട് വീട്ട. ദേ കണ്ടോ, നമ്മുടെ കെട്ടിയോനാ. ഇവനൊരു പണി ഇന്ന് തന്നെ കൊടുക്കാം. നീ വിഷമിക്കണ്ട മോളെ. ഒരു കാര്യം അറിയോ, വെള്ളമടിച്ച് കഴിഞ്ഞപ്പോ വല്ലാത്ത വിശപ്പ് തോന്നും എനിക്ക്. പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല മഹതി. ഈ നിമിഷം മുതൽ ഞാനാണ് മഹതി. നാളെ അവന്റെ കഥ അവസാനിക്കുന്നത് വരെ പച്ച വെള്ളം പോലും കുടിക്കില്ല ഈ മഹതി.